ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻ്റ് ഇല്ല കേട്ടോ, അധികം ഇൻഗ്രീഡിയൻ്റ് ഇല്ല, മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ, പച്ചരിയാണ്. ഇതിപ്പോൾ 1.5 കപ്പുണ്ട്. ഇനി അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 മണിക്കൂർ കുതിർത്ത അരിയാണേ. ഇനി ഇതിലേക്കൊരു 2 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് ഇടേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഒരു 2 ക്യാരറ്റ് ഉണ്ട് കേട്ടോ, മീഡിയം സൈസ് 2 ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യമേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക. ഇപ്പോൾ ഇതേപോലെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ, നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ബാറ്റർ പോലെ തന്നെ. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 300 ഗ്രാം ശർക്കര പാനിയാക്കിയത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനി നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 300 ഗ്രാമാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു 350 ഗ്രാമൊക്കെ എടുക്കാം. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ പാനി ഇതിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കൂടുതൽ ഒരു സോഫ്റ്റ് ആവാനായിട്ടാണ് കേട്ടോ. അത് ചേർത്തില്ലെങ്കിൽ കൂടുതൽ സമയം നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും അതേപോലെ തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തിടണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതേപോലെ, ഞാനിപ്പോൾ എണ്ണയിലാണ് വറുക്കുന്നത്. എണ്ണയിലോ നെയ്യിലോ നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കതിലേക്കൊരു 10-15 കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ടാണ് ഇടുന്നത് കേട്ടോ. ആദ്യമേ നമ്മളിത് ചേർക്കുന്നില്ല, നേരത്തെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ആയാലും മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഗ്യാസ് ഒന്ന് അടച്ചു വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ അടിയിലായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ മുകളിലെല്ലാം നല്ലതായിട്ട് വന്നിരിക്കും കേട്ടോ. ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 15 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യമേ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ നട്ട്സൊക്കെ ഇട്ടത്. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ടോട്ടൽ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെയധികം എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി അല്ലെങ്കിൽ ഒരു പലഹാരം എന്ന് പറയാം. അപ്പോൾ ഇത് ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് നല്ലതുമാണ്. മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. അതേപോലെ 4 മണിക്ക് കഴിക്കാനും നല്ലൊരു പലഹാരമാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും നല്ലതാണ്. നല്ല ഹെൽത്തിയുമാണ്. അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.